നമ്മളിനി ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല UDFന്റെ സ്ഥാനാർത്ഥിയായേക്കും. കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജ്യോതികുമാർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും സജീവമായി കഴിഞ്ഞു. ശവപ്പെട്ടിക്കാരന്റെ മനസ്സാണ് തനിക്കെന്ന് അധിക്ഷേപിച്ചയാളാണ് ഗണേഷ് കുമാർ. അതിനെല്ലാമുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്ന് ജ്യോതികുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി പത്തനാപുരം പഞ്ചായത്ത് ഉൾപ്പെടെ പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് ഉൾപ്പെടെ 8-ൽ 6 പഞ്ചായത്തും വിജയിക്കുവാൻ കഴിഞ്ഞു. അടിസ്ഥാനപരമായി UDFന് ഈ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തൃത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത് ബ്ലോക്കിൻ്റെയോ ജില്ലയുടെയോ ഗ്രാമപഞ്ചായത്തിൻ്റെയോ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായി ബോധ്യപ്പെടും. UDFന് അനുകൂലമായി തന്നെയാണ് വിധിയെഴുത്തുണ്ടായിട്ടുള്ളത്. ഏകദേശം 7500 വോട്ടിൻ്റെ വ്യത്യാസം LDFും UDFും തമ്മിൽ ഈ നിയമനത്തിലുണ്ട്. അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ UDFന് വിജയിക്കുക. ജ്യോതികുമാറിനൊപ്പം തന്നെ അച്ചു ഉമ്മൻ, സാജു ഖാൻ എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ തത്സമയം നമുക്കിപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായിട്ട്. ഷമീർ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഗണേഷ് കുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ വിധിയൊക്കെ വന്നതിന് ശേഷം ഗണേഷ് കുമാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ആ സമയത്ത് വൻ ചർച്ചയായതുമൊക്കെയുമാണ്. ഇപ്പോൾ നിലവിൽ ഈ സ്ഥാനാർത്ഥി ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ചാമക്കാലയ്ക്ക് തന്നെയാണോ സാധ്യത കൂടുതൽ, അതോ അച്ചു ഉമ്മൻ്റെയൊക്കെ അടക്കം പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ? എത്ര കണ്ടാണ് ചാമക്കാലയ്ക്ക് മുൻതൂക്കം? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇതിൽ പത്തനാപുരത്ത് കഴിഞ്ഞ 5 വർഷമായി കഴിഞ്ഞ തവണ മത്സരിച്ചത് ജ്യോതികുമാർ ചാമക്കാലയാണ്. ഗണേഷ് കുമാറിനോട് പരാജയപ്പെട്ടതും ജ്യോതികുമാർ ചാമക്കാലയാണ്. പക്ഷേ ആ പരാജയത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ആ മണ്ഡലത്തിൽ തന്നെ സജീവമായി ജ്യോതികുമാർ ചാമക്കാല വർക്ക് ചെയ്യുകയായിരുന്നു. ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടെ തന്നെ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയാണ്. അത്തരത്തിൽ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ജ്യോതികുമാർ ചാമക്കാലയോട് സംസ്ഥാന UDF നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജ്യോതികുമാർ ചാമക്കാല അത്തരത്തിൽ ആ പ്രവർത്തനം നടത്തി വരുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ജ്യോതികുമാർ ചാമക്കാലയുടെ പേര് ഏതാണ്ട് 90% ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് മത്സരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്യോതികുമാർ ചാമക്കാലയും ഈ കൊടിക്കുന്നിൽ സുരേഷ് MPയുമായി ചില അസ്വാരസ്യങ്ങൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിലാണ് ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ പേര് മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ പക്ഷക്കാരനായ സാജു ഖാൻ നിരവധി വൈറൽ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഈ പത്തനാപുരത്ത്. ആ പേരും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രസക്തി ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ പേരാണ്. ജ്യോതികുമാർ ചാമക്കാല നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ അദ്ദേഹം അവധിയെടുത്ത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് KB ഗണേഷ് കുമാർ. നമുക്കറിയാം KB ഗണേഷ് കുമാറിനെ നേരിടാൻ അത്ര പെട്ടെന്നൊന്നും ആകുന്ന ഒരാളല്ല. 2001 മുതൽ ഇങ്ങോട്ട് പത്തനാപുരത്തിൻ്റെ MLA ആണ്. 2 തവണ മന്ത്രിയായിട്ടുള്ള ആളാണ്. ആ ഗണേഷ് കുമാർ അദ്ദേഹത്തെക്കുറിച്ചൊരു പരാമർശം നടത്തിയത് ശവപ്പെട്ടിക്കാരൻ്റെ മനസ്സാണ് ഈ ജ്യോതികുമാർ ചാമക്കാലയ്ക്കുള്ളത്. അതായത് ജ്യോതികുമാർ ചാമക്കാല എല്ലാ മരണ വീടുകളിലും കല്യാണ വീടുകളിലും സജീവമായതിനെ തുടർന്നാണ് അത്തരത്തിലൊരു പരാമർശം KB ഗണേഷ് കുമാർ നടത്തുകയും ചെയ്തത്. എന്തായാലും ഒരു ഇലക്ഷൻ മാനേജ്മെന്റിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി വെച്ച് പൂർണ്ണമായും മണ്ഡലത്തിൽ സജീവമായി ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്കിലും പത്തനാപുരം ബ്ലോക്കിലും അതുപോലെ പത്തനാപുരം പഞ്ചായത്തിലും അടക്കം മികച്ച വിജയം കോൺഗ്രസിന് അപ്പം ആ ഒരു ട്രെൻഡ് ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിലും തുടരുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. ജ്യോതികുമാർ ചാമക്കാല സ്ഥാനാർത്ഥി ആയേക്കും എന്ന വിവരങ്ങളും വരുന്നുണ്ട്. വിവരങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ ഷമീർ കൊല്ലത്ത് നിന്ന്.